ഹേ ഹലോ വെൽക്കം ടു മസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഒരു ടാരോ ട്രേഡിംഗ് വീഡിയോ അല്ല, ഇത് മാനിഫെസ്റ്റേഷൻ വീഡിയോ ഒന്നുമല്ല. ബട്ട് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ഒരു കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. കാരണം ഐ വാസ് സ്റ്റക്ക് ഇൻ എ സിറ്റുവേഷൻ വേർ എനിക്ക് കുറച്ച് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടായി. അത് കാരണം എനിക്ക് കുറച്ചൊരു ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതെന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തത് ഇൻ ദ സെൻസ്, ഞാൻ ഇനിയും ഇത് വിടുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇനിയും ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ബാക്കിലോട്ടേക്ക് വലിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് സത്യം. സോ എന്താണ് ആ കാര്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഐ ഹാവ് ഓൾമോസ്റ്റ് 12,000 സംതിങ്, 20,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇത് അറിയാൻ എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് സോ യാ, ഈ ഒരു കാര്യം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ പേഴ്സണലായിട്ടുള്ള വിഷമങ്ങളും യൂഷ്വലി ഐ ഡോണ്ട് ഷെയർ ദാറ്റ് ഓൺ സോഷ്യൽ മീഡിയ. ഷെയർ ചെയ്യാറുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്ട്രീം ലെവൽ ഓഫ് കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. ബിക്കോസ് എൻ്റെ ചുറ്റിലും തന്നെ എൻ്റെ എന്താ പറയുക, എൻ്റെ ക്ലോസ് ഫാമിലി ഒഴിച്ച് ബാക്കിയുള്ളവരിൽ കുറച്ച് ആൾക്കാർ തന്നെ, ദർ ആർ സോ മെനി പീപ്പിൾ റെഡി ടു ക്ലാപ്പ് വെൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ ചുറ്റിലുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അത്രയും അവർക്കത് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അധികം എക്സ്പോസ് ചെയ്യാറില്ല. പക്ഷേ ഇത് വളരെ 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 സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടും അത് സംസാരിക്കണമെന്ന് തോന്നിയതും കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിനകത്ത് കുട്ടികൾ റിസ്ട്രെയിൻ ചെയ്ത് നിൽക്കുക, കുട്ടികൾ ഈ വീഡിയോ വാച്ച് ചെയ്യാതിരിക്കുക. ഐ ഡോണ്ട് നോ അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് മുതിർന്ന ആൾക്കാരാണ്, 18+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് വെരി മച്ച് റെലവൻറ്റ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. സോ എനിക്ക് ഈ ഒരു മെസ്സേജ്, അതായത് പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ പേഴ്സണൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് ബോത്ത് വേസ്, അത് രണ്ടുപേർക്കും ഈസിലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് പേഴ്സണൽ നമ്പർ നമ്മൾ കൊടുക്കുന്നത്. വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഗ്ലിച്ചസ് അവിടെ ഇവിടെ വരും. അതായത് നിങ്ങൾക്ക് ചിലപ്പം കണക്റ്റ് ആവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കോൾ കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ റീഡിങ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറില്ല. സോ ഐ എം ഓൺലി പ്രൊവൈഡിങ് റെക്കോർഡഡ് റീഡിങ്. സോ അത് ചിലപ്പം നിങ്ങളുടെ അടുത്ത് റീച്ച് ആവണമെന്നില്ല, അങ്ങനെ ഗ്ലിച്ചസ് വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ള റീഡിങ് ചെയ്യുന്നത്. സോ ഇങ്ങനെ എൻ്റെ ഒരു നമ്പർ എടുത്തിട്ട് ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ചെയ്തു, ഫോർ പേഴ്സണൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. സുമ പാർലർ എന്ന പേരുള്ള ഒരു നമ്പറായിരുന്നു. ആൻഡ് ഐ ക്യാൻ ഡിസ്പ്ലേ ദാറ്റ് നമ്പർ ഓൾസോ. ഐ ഡോണ്ട് തിങ്ക് ആ ഒരു വ്യക്തി എന്തെങ്കിലും കൈൻഡ് ഓഫ് എന്താ പറയുക, നമ്മൾ ഐഡൻറ്റിറ്റി മറച്ചു വെക്കേണ്ട കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഹീ ലൈക്ക് ആസ്ക്ഡ് മീ വെദർ എന്താ പറയുക, പേഴ്സണൽ റീഡിങ്ങിനെ പറ്റി ചോദിച്ചു. അപ്പോൾ യൂഷ്വലി ഞാൻ അതിൻ്റെ ഒരു ഇതാണ് പേഴ്സണൽ റീഡിങ്, ഈ ഒരു ഇത്ര ക്വസ്റ്റ്യൻസിന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കൊടുക്കാറ്. വാട്ട് കൈൻഡ് ഓഫ് സർവീസസ് ദാറ്റ് വി ഹാവ്, എന്തൊക്കെ കൈൻഡ് ഓഫ് റീഡിങ്സ് ആണുള്ളത് എന്നുള്ളത് ഒരു മെസ്സേജാണ് ഞാൻ അയക്കാറുള്ളത്. സോ അങ്ങനെ ഒരു മെസ്സേജ് അയക്കും. പുള്ളി അതിനൊന്നും റിപ്ലൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ഇത് ജസ്റ്റ് പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ അയക്കാറുണ്ട്, വേറെ ആൾക്കാരിൽ നിന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് അയക്കുന്നതുകൊണ്ട് തന്നെ ഞാനതങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ടു. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, കുറച്ച് നേരമാണോ അത് കുറച്ച് ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അതിന് ശേഷം ഐ ഓപ്പൻഡ് ഈ ഒരു വ്യക്തിയുടെ ഇതിൻ്റെ അകത്ത് ദ വാസ് ലൈക്ക് ഡു യു വാണ്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് 2 ഫോട്ടോസിൻ്റെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ആ ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് പാർട്ടിൻ്റെ പിക്ചർ. ആൻഡ് ടു ബി ഫ്രാങ്ക് ഇറ്റ് വാസ് എൻ ഇറക്റ്റ് പെന്നിസ്, അതിൻ്റെ പിക്ചറായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് ചിലവർക്കിത് ഒരു ലൈക്ക് എല്ലാ വിമനും എപ്പോഴും ഹാപ്പൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കും, അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഫോർ മീ, എനിക്ക് ഇത് ഭയങ്കര ട്രിഗർ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടാരോട്ട് റീഡിങ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു നമ്പറിലാണ് ഈ ഒരു രീതിയിലുള്ള ഒരു മെസ്സേജ് ഒരു വ്യക്തി അയക്കുക എന്ന് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് അത്രയും കൾച്ചർലെസ് ആയിട്ടുള്ള ലെവലിലേക്ക് ആൾക്കാർ പോവുകയോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ അത് എത്രത്തോളം ലെവൽ ഓഫ് എന്താ പറയുക, കൾച്ചർലെസ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്നുള്ളത് എനിക്ക് അറിയില്ല. എനിക്ക് ആക്ച്വലി ഇതെങ്ങനെയാണ് വേർഡ്സിൽ പറയേണ്ടത് എന്നുള്ളതും അറിയില്ല. ബട്ട് ഇത് ഞാൻ കുറേ നാൾ
ഇത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ട് നടന്നു. കാരണം മൈ പാർട്ട്ണർ ഹി കെയിം ബാക്ക് ടു ഇന്ത്യ ആൻഡ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ല നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ ഡിഡ്ന്റ് വാണ്ടഡ് ടു ഡിസ്കസ് വിത്ത് ഹിം ബിക്കോസ് പുള്ളി കുറച്ച് നാളെ നാട്ടിലുള്ളൂ. സോ ആ ഒരു മൂഡ് അല്ലെങ്കിൽ പുള്ളീനെ ഡിസ്റ്റർബ്ഡ് ആക്കേണ്ട പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അടുത്തും ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഐ വാസ് ജസ്റ്റ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല, വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഉണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് 20,000 സബ്സ്ക്രൈബേഴ്സ് ഇസ് നോട്ട് ഒരു ചെറിയ കാര്യം. ആൻഡ് നീ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ വെറുതെ ആവില്ലേ, നീ എന്താ ഇടാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇതാണ് കാര്യമെന്നും പറയാൻ വഴിയില്ല. അല്ലെങ്കിൽ ഐ ഡിഡൻറ്റ് നോ ഹൗ ടു റിയാക്ട് ആക്ച്വലി. ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു, ഞാൻ അപ്പം തന്നെ പിക്ചേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. അതിനെ വീണ്ടും എന്താ പറയുക, അതിനെ കുത്തിപ്പൊക്കി എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ബട്ട് പിന്നെ ഞാൻ ഈ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് എൻ്റെ അമ്മയുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ റീസൺ. സോ ഐ ആം ടെറിഫൈഡ് ആൻഡ് ഐ തിങ്ക് ഞാൻ ഇനിയും ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഇനി ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എനിക്കുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നുള്ളത് അമ്മയുടെ അടുത്ത് പറഞ്ഞു. ആൻഡ് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ, എനിക്ക് ഒരുപാട് ട്രോമ അസോസിയേറ്റഡ് വിത്ത് മൈ ജോബ് എനിക്കുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഈ ഒരു നമ്മളുടെ റൂറൽ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് ദർ വേർ സിറ്റുവേഷൻസ് വേർ ചില മെയിൽ പേഴ്സൺസ് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഫോർ ദ സേക്ക് ഓഫ് ഷോയിങ് ദർ പ്രൈവറ്റ് പാർട്ട്, നമ്മളുടെ അതായത് ഒരു ഫീമെയിൽ ഡോക്ടറാണുള്ളത് എന്നുള്ളത് വിചാരിച്ചിട്ട് അവർ വന്നിട്ട് നമ്മൾ ചുമ്മാ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് പോരാത്തതിന് ചില സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മളുടെ സീനിയേഴ്സിനെ നമ്മൾ ബട്ടർ ചെയ്യാത്തത് കൊണ്ടും നമ്മൾ അവരെ ഭയങ്കര സ്വീറ്റായിട്ട്, ഞാൻ അത്ര സോഷ്യലായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. അതേപോലെ തന്നെ ഞാൻ എല്ലാവരും ഭയങ്കര സ്വീറ്റായിട്ട് ബട്ടർ ചെയ്ത് കുപ്പിയിലാക്കുന്ന സ്വഭാവവും എനിക്കില്ല. ഞാൻ ജസ്റ്റ് ലൈക്ക് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഐ ഹാവ് കം അക്രോസ് സിറ്റുവേഷൻസ് ലൈക്ക് നമുക്കൊരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നീ ചെയ്യ് എന്നുള്ള രീതിയിൽ ചിലപ്പം നമ്മൾ കത്തീറ്ററൈസേഷൻ, അതായത് യൂറിൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂബ് ഇടുമല്ലോ, അങ്ങനത്തെ ട്യൂബ് ഇടുന്നതൊക്കെ നമ്മൾ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് അടുത്ത് നോക്കിയിരുന്നിട്ട് ഒരു പുച്ഛത്തിൻ്റെ രീതിയിൽ നീ ചെയ്യ് എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ നോക്കി ചിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് കെയർ. ആ സമയത്തൊന്നും എനിക്കതൊരു പണിഷ്മെൻറ്റായിട്ട് തോന്നിയിട്ടില്ല. ഫോർ മീ നിൽക്കുന്ന എൻ്റെ മുന്നിൽ കിടക്കുന്നത് ഇസ് ജസ്റ്റ് എ പേഷ്യൻറ്റ്. അതായത് ആസ് എ ഡോക്ടർ ഞാൻ ഒരു ദിവസം ഫീമെയിൽ ആൻഡ് മെയിൽ പ്രൈവറ്റ് പാർട്ട് എപ്പോഴും കാണുന്നൊരു സംഭവമാണ്. ആൻഡ് ഞാൻ എപ്പോഴും ഡെയിലി കം അക്രോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരപ്പന്മാരെയാണ്. കാരണം നമ്മൾ ഏജ്ഡ് ആകുമ്പോൾ നമുക്ക് യൂറിനറി റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അതായത് നമ്മളുടെ യൂറിൻ പോകാത്ത സിറ്റുവേഷൻ, നമ്മൾ വയറ് ഒരുപാട് വീർത്ത് വന്നിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. സോ അപ്പോൾ നമ്മളിപ്പം ഞാൻ കോർപ്പറേറ്റ് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെയിൽ പേഴ്സൺ തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടണം എന്നില്ല. പക്ഷേ പലപ്പോഴും ഇപ്പം ഞാനാണ് ഇപ്പോൾ അവൈലബിൾ ഈ ഒരു ഡോക്ടറേ ഉള്ളൂ, മെയിൽ ഡോക്ടർ വരാൻ വൈകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഇതെൻ്റെ മോളെ പോലെ തന്നെയാണ്, മോൾ തന്നെ ചെയ്തു തന്നാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ലൈക്ക് എ സറൽ മൊമെൻറ്റ്. അതായത് അവർക്ക് ആ ഒരു പെയിൻ റിലീഫ് നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഈ സംഭവം കാണുന്നതല്ല, ബട്ട് ഇതിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് വിടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് തിങ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇതിനെപ്പറ്റി ഞാൻ ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു അൺടിൽ ഞാൻ എൻ്റെ അമ്മയോടത്ത് സംസാരിച്ചു. ആൻഡ് ഐ ടോക്ക് ടു ഹെർ. അതായത് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഷീ ഈസ് ഓൾമോസ്റ്റ് 52 ആൻഡ് ഷീ ഷെയർഡ് എ സിമിലർ എക്സ്പീരിയൻസ് ടു മീ. അമ്മേൻ്റെ 52 വയസ്സിൽ, 52ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് ഷീ റിസീവ്ഡ് എ ടെലിഗ്രാം കോൾ, വീഡിയോ കോൾ. അതും കൂടെ അമ്മ വർക്കിംഗ് പ്ലേസിൽ ഇരിക്കുന്ന സമയത്ത് ഷീ റിസീവ് ദിസ് കോൾ. ആൻഡ് അമ്മ ഇങ്ങനെ ഓഡിയോ കോളും വീഡിയോ കോൾസ് അറിയാത്ത നമ്പറിൽ എടുക്കാത്തൊരു വ്യക്തിയാണ്. റിപ്പീറ്റഡ് കോൾ വന്നു. അതിനുശേഷം ഓഡിയോ കോളായിട്ട് വിളിച്ചപ്പം ഇൻസിസ്റ്റഡ്, അതായത് അമ്മയുടെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് അവർ ഇൻസിസ്റ്റഡ് ഒന്ന് എടുക്കൂ, എന്താണ് ചോദിക്കൂ എന്നുള്ള രീതിയിൽ അമ്മ എടുത്തപ്പം അമ്മയുടെ പേര് ചോദിച്ചു. അമ്മ ഈ ഒരു വ്യക്തിയല്ലേ, നിങ്ങളുടെ ഹസ്ബൻഡ് വീട്ടിലില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നോ ഇല്ല എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഒന്നെടുക്കെന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഒരുപാട് പെസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കോളിൽ വന്നിട്ട് വീഡിയോ ഓൺ ചെയ്തപ്പോൾ ഹി വാസ് ഷോയിങ് ഹിസ് പ്രൈവറ്റ് പാർട്ട് ടു മൈ മദർ എന്നുള്ളത് അമ്മ പറഞ്ഞു. ഐ ഡോണ്ട് നോ, ലിറ്ററലി ഇൻ 2025 നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്
ആൻഡ് നമ്മൾ എങ്ങനെയൊക്കെ ആൾക്കാർ ഉള്ള സൊസൈറ്റീൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ഇതുപോലെ ഒരു ആസ്ട്രോളജറിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് ഇസ് ഇറ്റ് ബിക്കോസ് ഐ എം എ ഫീമെയിൽ അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്? മെയിൽസിനും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് സംതിങ് വിച്ച് ഇസ് വെരി ടെറിഫയിങ് തിങ്. ഇത് ഫോർ മീ എനിക്ക് ഇത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എനിക്ക് എൻ്റെ ഫാമിലി സപ്പോർട്ടിങ് മീ. അവർ എൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കും. ആൻഡ് അവർ എൻ്റെ അടുത്ത് പറയുക, ഇതൊന്നും നിന്നെ തളർത്താൻ ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ വിന്നിങ്. സോ യു ഷുഡ് സ്റ്റോപ്പ് ദാറ്റ് ആൻഡ് യു ഷുഡ് മൂവ് ഫോർവേഡ് എന്ന് പറയാൻ എൻ്റെ ഫാമിലിക്ക് പറ്റും. പക്ഷേ പലപ്പോഴും പലരും ഇനി നീ ഇത് ചെയ്യണ്ട, നീ നിർത്തിക്കോ പരിപാടി എന്ന് പറഞ്ഞിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന ഫാമിലീസും ഉണ്ടാവാം എന്നുള്ളതാണ്. സോ ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത് ലീഗലി ആസ്പെക്റ്റിൽ മൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് ലീഗൽ ആസ്പെക്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. അങ്ങനെയുള്ള ആസ്പെക്റ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ഡൂ ദാറ്റ് എന്നുള്ളത് തീരുമാനിച്ചു ഇപ്പോൾ. ആൻഡ് അതുപോലെ തന്നെ വാട്ട് വി ക്യാൻ ഡൂ ഇസ്, നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു ബെയർ മിനിമം റെസ്പെക്റ്റ് നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ബിക്കോസ് സംബഡി ഈസ് ഓൺ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവർ ദേ ആർ ഗിവിങ് ദെയർ കോൺടാക്റ്റ് നമ്പർ ഫോർ സം പർപ്പസ്, അത് ഈ ഒരു പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന ഒരു കോൺടാക്ട് നമ്പറിനെ മിസ്യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗതികേടെന്ന് പറയാം. അല്ലെങ്കിൽ അതിനെന്താ പറയുക, അവരുടെ അത്രയും കൾച്ചർലെസ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയാം. ഇപ്പോൾ ഈ പറയുന്ന നാവുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള തെറികൾ പറയാം. പക്ഷേ ഐ വോണ്ട് ഡൂ ദാറ്റ്. കാരണം അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ ലെവലിലേക്ക് സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ താഴേണ്ട ആവശ്യമില്ല എന്നുള്ളത് തോന്നുന്നു. ഇതിന് either ലീഗലി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നു. ദിസ് ഇസ് നോട്ട് ഫോർ ദി പ്രൊമോഷൻ, അല്ലെങ്കിൽ ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ബട്ട് യു ഷുഡ് നോ, അതായത് ദിസ് വാസ് എ റീസൺ ലൈക്ക് ഐ വാസ് ടോട്ടലി ടേക്കൺ എ ബാക്ക്. എനിക്ക് ചെയ്യണം, അതായത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള റീസൺ. ആൻഡ് യാ, ഡെഫിനറ്റ്ലി ഐ വിൽ ബി പുട്ടിങ് മോർ വീഡിയോസ്. എന്തായാലും ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് മൊറോൺ ഞാൻ എന്തായാലും ഇത് നിർത്താൻ പോകുന്നില്ല. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ എം ആസ്കിങ് ഫോർ ജസ്റ്റിസ്. ജസ്റ്റിസ് ഫോർ പീപ്പിൾ ലൈക്ക് മീ, ലൈക്ക് മൈ മദർ. അതായത് ഒന്നിനും പോവാത്ത, ഒരു പരിപാടിക്കും ആരെയും ഉപദ്രവിക്കാതെ സൈഡിൽ നമ്മൾ വീഡിയോ ചെയ്ത് പോകുന്നു. ആരെയും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല. ആൻഡ് യാ, നമ്മൾ ആരെയും ഇൻവൈറ്റും ചെയ്യുന്നില്ല ഇതിനൊന്നും വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ വി ആർ ഇങ്ങനത്തെയൊക്കെ അവസ്ഥകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. യാ, സോ പീപ്പിൾ എക്സിസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള ആൾക്കാർ ചുറ്റിലുമുണ്ട്. ആൻഡ് ഐ തിങ്ക് വി നീഡ് ടു ഇവരെ പുറത്ത് കാണിക്കുകയാണ് വേണ്ടുന്നത് എന്ന് തോന്നുന്നു. അതായത് ഇവരുടെ കയ്യിലിരിപ്പ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറമേ കാണിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു വ്യക്തിയുടെ നമ്പർ മേ ബി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഇടാം. ഓക്കെ, സോ യാ, ദാറ്റ് ഈസ് മൈ സ്റ്റോറി. ഐ തിങ്ക് യാ, ഇനി അങ്ങോട്ട് നമ്മൾക്ക് വീഡിയോ ഇടാൻ പറ്റുമായിരിക്കും. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. ബിക്കോസ് ഞാനൊരു എനർജി ലോ സിറ്റുവേഷനിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എനിക്ക് ഗുഡ് എനർജി തരാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും ജെനുവിൻ ആയിട്ടിരിക്കുന്ന ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ബിക്കോസ് ഐ വോണ്ട് മൈ എനർജി ടു ബി ചാനൽഡ് ടു നിങ്ങളുടെ അടുത്തേക്ക്. എൻ്റെ എനർജി വരണം, ഒരുപാട് പോസിറ്റീവ് എനർജി എനിക്ക് തരണം എന്ന് ഏറ്റവും ലോവസ്റ്റിലിരിക്കുന്ന ആൾക്കാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു സന്തോഷം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുന്നത്. ജെനുവിനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ചാപ്റ്റർ. ആൻഡ് ഐ തിങ്ക് 20,000 സബ്സ്ക്രൈബേഴ്സ് എത്രയാണോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്, ദേ ഡിസേർവ് ടു നോ. അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നതിലും തുടർച്ചയായിട്ട് കാണുന്നതിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ റിയൽ ജം. സോ അവരെന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് കമൻറ്റ് സെക്ഷനിൽ ഇനി വീണ്ടും എന്നെ ഡിസ്ഗ്രേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലെ കമൻറ്റ്സ് വിൽ നോട്ട് കം. ആൻഡ് യാ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ എന്തായാലും നാളെ തൊട്ട്
ഐ മേക്ക് ഗുഡ് കണ്ടൻറ്റ് ആൻഡ് ബാക്കിയുള്ള കുറച്ച് എന്തൊക്കെയോ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കണ്ടൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ബൈ.